സ്വന്തം വീട്ടിലൊരു വിലയില്ലെന്ന് പറഞ്ഞ് എന്തൊരു കഷ്ടമാണ്. ഇതുപോലത്തെ ഗതികേട് ആർക്കും ഉണ്ടാവില്ലേ ഭഗവാനെ. മണിയെ എല്ലാരും കൂടെ കൂട്ടുചേർന്ന് നിന്നിട്ടുണ്ട്. മണി എന്തോന്ന് മണി ഇത്? നിനക്ക് ഈ ഇതൊക്കെ നന്നായിട്ട് തേച്ച് മടക്കി ആ ഷെൽഫിൽ വെച്ചൂടെ? ഇങ്ങനെ വലിച്ചു വാരി ഇടണോ? എന്നെ കൊണ്ട് കൂടുതൽ തേപ്പിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എന്നെ മറ്റുള്ളവരെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഇതാണല്ലോ, സാമർത്ഥ്യമാണല്ലോ. ഇൻസൾട്ടാ ഞാനാ? അയ്യോ ഒന്നും പറയൂല എന്നെ പറ്റി. ഇന്നലെ വരെയുള്ള കാര്യം വിടും, ഇന്നത്തെ കാര്യം തന്നെ പറ. ഇന്ന് ആ റീഡിങ് എടുക്കാൻ വന്ന ആളെ മുന്നിൽ വെച്ച് എന്തോന്ന് പറഞ്ഞേ? ഞാൻ വെറും ബുദ്ധൂസാണെന്നല്ലേ? അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എന്തോന്ന് മണി ഇത്? എന്തൊന്ന് മണി ഇത്? ഇന്നിപ്പോ ശ്രീകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഒരു വിലയില്ലാത്തവളാണെന്ന് എനിക്ക് എന്നെ സ്വയം തോന്നിയപ്പോ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്താ? എന്റെ മണിക്കുട്ടി, നിനക്ക് സ്വയം വിലയില്ല എന്ന് നിനക്ക് തോന്നിയാലും ഞാൻ എങ്ങനെ മനസ്സിലാവും? അപ്പൊ എനിക്ക് വിലയില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലേ? ഞാനിവിടെ കെട്ടി തൂങ്ങി ചാവാൻ പോണു. ഒരു വിലയില്ലെങ്കിൽ അതന്നെ നല്ലത്, ചാവണ തന്നെ നല്ലത്. എന്തോന്നടി ഒരുമാതിരി നാടക നടിമാരി പറഞ്ഞ കെട്ടിത്തൂങ്ങിയാവും? എന്തോന്ന് ഇത്? വല്ല നാടക നടിയായിരുന്നെങ്കിലേ 4 ആൾ അറിയുമായിരുന്നു. ആ ശരിയാണ്, 4 ആൾ എന്നെ കൃത്യമായിട്ട് അറിയും. ഈ വീട്ടിലുള്ള 4 പേര്. ഞാൻ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? നിങ്ങളെ ഭാര്യയായിട്ട്. അല്ലാതെ എനിക്കൊരു ലേവലുണ്ടോ ഈ വീട്ടില്? സത്യം പറ, ഞാൻ ആരാണ് ഈ വീട്ടിലെ? എടി നീ ഈ വീട്ടിൽ ആരാണ്? ഈ വീട്ടിലെ എന്റെ ഭാര്യ. അതല്ലാതെ അത് നിങ്ങളുടെ കാര്യം. അല്ലാതെ ഞാൻ ആരാണ് ഈ വീട്ടിലത്തെ? വീട്ടിലെ എല്ലാം നീ അല്ലേ? ഗ്രഹനാഥയല്ലേ? നീ അല്ലേ ഇവിടുത്തെ വീട്ടമ്മ? ആണല്ലോ, വീട്ടമ്മ, ഗ്രഹനാഥ. അപ്പൊ ആ വീട്ടമ്മയ്ക്ക്, അതായത് ഗ്രഹനാഥയ്ക്ക് കിട്ടേണ്ട ഒരു വില എനിക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? എടി ഈ വിലയില്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വില കളയല്ലേ മണി. ഈ വിലയൊക്കെ വേണമെങ്കിലേ അത് സ്വയം നേടിയെടുക്കേണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ കരഞ്ഞും പിടിച്ചും ഉണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായി? ഞാനൊരു സത്യം പറയട്ടെ, ലോക മഹാബുദ്ധൂസ് നിങ്ങളാണ്. വില കിട്ടും എന്നിങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നീണ്ടു പോകുന്നല്ലാണ്ട് ഒരിക്കലും വില കിട്ടാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും വീടിന്റെ താക്കോല് വേറെ ആൾക്കാരെ കയ്യിലില്ല. വേറെ ആൾക്കാരെ കയ്യില വീടിന്റെ താക്കോല? അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ട്. ഇവിടെ തോന്നുന്നു മഹാരാജാവ് നിധി കുടിച്ചു വെച്ചിട്ട് ഈ വീട്ടിൽ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ശ്രീകുട്ടിയുടെ ഫോട്ടോ നാളെ പേപ്പറിൽ വരും, CI പ്രൊമോഷൻ കിട്ടിയതിന്റെ പേരിൽ. അപ്പൊ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരത്താണ് നിന്റെ കുഴപ്പം? എങ്കിൽ പിന്നെ നീ നേരത്തെ പറഞ്ഞ പത്രത്തിൽ ഫോട്ടോ വരും. കെട്ടിത്തൂങ്ങി ചാവ്. ഞാൻ കെട്ടിത്തൂങ്ങി ചത്താലേ നിങ്ങളും പെടും, നിങ്ങളുടെ ഫോട്ടോയും വരും. ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ പേരില്. ഞാൻ അപ്പൊ എന്റെ പേര് വരാത്താണ് നിന്റെ കുഴപ്പം. നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഒന്നും മനസ്സിലാക്കാത്ത പോലെ നടന്നോ? അവസാനം വീടിന്റെ താക്കോലേ ശ്രീകുട്ടിയുടെ കയ്യിൽ ഇരിക്കും. ശ്രീകുട്ടിയുടെ കയ്യിലോ ഈ വീടിന്റെ താക്കോല? അതെങ്ങനെ? ഓഹോ, നിങ്ങൾ ബാങ്കിൽ ഗാന്ധി നോട്ട് എണ്ണി ഗാന്ധിയ മാർഗം ഫുള്ളായിട്ട് സ്വീകരിച്ചാ? എന്റെ പൊന്നെ, ആ മഹാത്മാവിന് എന്നെയും വെച്ച് താരതമ്യപ്പെടുത്തല്ലേ മണിക്കുട്ടി? അധികം പിടിച്ചു. നിങ്ങളോട് പറയാൻ വന്ന് എന്നെ വേണം പറയാനായിട്ട്, ഒന്നും പറയണില്ല. എന്റെ അമ്മോ, എന്തോന്ന് ശ്രീകുട്ടിക്ക് പ്രമോഷൻ ആയാൽ ഇവൾക്ക് കുഴപ്പം? മണി ഇത്ര പൊട്ടിപ്പെണ്ണായി പോയല്ലോ.